ഇന്ന് നമ്മൾ വർഷങ്ങളോളം കേടാകാണ്ട് വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന എണ്ണമാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതിലൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാനായാലും ചോറ് കഴിക്കാനായാലും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു മാങ്ങ അച്ചാറിലേക്ക് നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ വേറെ ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് ഈ ഒരു അച്ചാർ തയ്യാറാക്കി വെക്കാൻ മറക്കല്ലേ. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ മാങ്ങ അച്ചാറിന് വേണ്ടി 1 കിലോ മാങ്ങ ഞാൻ നല്ലപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു ടവൽ ഉപയോഗിച്ച് തുടച്ചെടുക്കണം. ഈ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ അച്ചാറിനെടുത്തേക്കുന്ന മൂവാണ്ടൻ മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തോലൊന്ന് ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാറിടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോലോട് കൂടി തന്നെ ഈ ഒരു അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ നല്ലപോലെ തോല് ചെത്തി കളയുന്നില്ല, അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഒക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് വലിയ വലിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ അത്യാവശ്യം വലിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു രാത്രി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത ദിവസമാണ് കേട്ടോ എടുത്ത് അച്ചാറിടുന്നത്. അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ അടച്ച് മാറ്റി വെക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ മാങ്ങയിൽ നല്ലപോലെ ഉപ്പ് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇതേ താഴെ വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ. ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നത്. ഇനി നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ, ഏകദേശം ഒരു 10-30 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു അച്ചാർ നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. ഒരു 50 ഗ്രാമോളം കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പളവിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാശ്മീരിയും നല്ല എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് 1 കപ്പ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അടികട്ടിയുള്ളൊരു പാത്രം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത്. ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അതേ പാനിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചട്ടിയുടെ ചൂടിലാണ് നമ്മൾ മുളക് പൊടി ചൂടാക്കി എടുക്കുന്നത്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നല്ലെണ്ണ കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന കടുകും ഉലുവയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ നനവില്ലാത്ത ജാറിൽ വേണം കേട്ടോ നമ്മൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. കാരണം നമുക്ക് വർഷങ്ങളോളം ഈ ഒരു അച്ചാർ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്. ഇതുപോലെ ചെറിയ ചെറിയ തരികളായിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മളെല്ലാം ചൂടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരുന്ന ഉലുവയുടെയും കടുകിൻ്റെയും പൊടിയുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി നമ്മൾ ചൂടാക്കുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലും നമ്മുടെ അച്ചാർ കേടാവുകയില്ല. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കുന്നുണ്ട്. മാങ്ങയിലുണ്ടായിരുന്ന വെള്ളമൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരുന്ന എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് കൗണ്ടർ ടോപ്പിൽ ഞാൻ 2 ദിവസം വെക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുപ്പികളിൽ നിറച്ച് വെക്കുന്നത്. അതേ കണ്ടില്ലേ, നല്ലപോലെ സെറ്റായിട്ട് നമ്മുടെ അച്ചാർ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. ഞാൻ ആദ്യം ഇട്ട ഉപ്പൊക്കെ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. 2 ദിവസം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിലേക്ക് ഉപ്പും മുളകും അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത കടുകിൻ്റെയും ഉലുവയുടെയും ഒക്കെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് ചെറിയ ചെറിയ ബോട്ടിലേക്ക് നിറച്ച് വെക്കാം. 3 ദിവസം കഴിഞ്ഞുള്ള നമ്മുടെ അച്ചാറാണ് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളനനവില്ലാത്ത ഗ്ലാസിൻ്റെ ബോട്ടിലിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു അച്ചാർ കേട് വരത്തില്ല കേട്ടോ. ഇപ്പം പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നമ്മുടെ മക്കളുണ്ടെങ്കിൽ ഇതുപോലൊരു അച്ചാർ തയ്യാറാക്കി കൊടുത്താൽ എത്ര കാലം കഴിഞ്ഞാലും കേടാവാണ്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.